മുന്നോട്ടേ റോഡും നല്ല മലകളും മലനിരകളാണ്. മലനിരകൾ ആ മലയുടെ മണ്ടേന്ന് വെള്ളമുണ്ട് കേട്ടോ. ഉറവയുണ്ട് അവിടെ കണ്ടോ. ഇവിടേക്ക് നോക്കിയാൽ വലിയ പാറക്കെട്ടുകൾ. ഓ ഭയങ്കര ഹൈ റിസ്ക് ഏരിയ അല്ലേ ഇത്. മഴക്കാലത്തൊന്നും പോകും അത്ര ഇതല്ല. ഇറങ്ങി നിന്ന് വീഡിയോ എടുക്കരുതെന്നായിരിക്കും അവൻ പറഞ്ഞത്. നമ്മള് വീഡിയോ എടുത്ത് വരുന്ന കണ്ടല്ലേ. അല്ല ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുവായിരുന്നു. റൂട്ട് സൂപ്പറായിട്ടോ. ഇപ്പോഴേ അത് മുതലായി. ഇതിലെ പോകുന്ന നന്നായിക്ക. ആ മല കണ്ടില്ലേ. നല്ല ഇതുണ്ട്. ഇവിടെ എത്തിയപ്പോ നല്ല പച്ചപ്പും നല്ല പച്ചപ്പും മലയും. ഇത് ഹെവന്മാരുടെ വണ്ടി എതിരെന്ന് വരുന്നത്. വണ്ടി കാണുന്ന വളമാണ്. ഞങ്ങള് അന്ന് പൂപ്പൊലി കാണാൻ പോയപ്പോ ഒരു ഗുഹ കാണാൻ പോയി. ഇനി വയനാട് ചീനിക്കാമൂല ഗുഹ. അമ്പലവയൽ തന്നെ കൊള്ളായിരുന്നു. ഇതിലേക്ക് അത് അതിന്റെ ഉള്ളിലൊക്കെ കയറി. വലിയൊരു ഗുഹയൊന്നും അല്ല, ചെറിയൊരു ഗുഹ. അതിന്റെ ഉള്ളിലൊക്കെ കയറി വലിഞ്ഞു പോയി ഞങ്ങൾ. അത് റോഡ് സൈഡിലുള്ള ഗുഹ. എന്താ പോലെ അതിലേക്ക് അവിടെ വണ്ടി സൈഡാക്കി ഇരിക്കരുത് എന്ന് പറഞ്ഞതിന് കുഴപ്പമില്ല. അവിടെ ബ്ലോക്ക് ആവും. നിർത്തിയിടരുത് എന്ന് പറയാണെങ്കിൽ ഓക്കെ. അല്ല പക്ഷെ ഇതുവഴിയൊക്കെ എന്തോരം വീഡിയോസ് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. പാറല്ല, മണ്ണാണ്. ഇവിടെ ഈ മറ്റേ ചോടി മണ്ണ് ചക്കരപ്പാറ പോലത്തെ അത് തന്നെ ഒട്ടിക്കല്ല് സ്ഥലമുണ്ട് നമ്മുടെ കാട്ടില്. ഒട്ടിക്കല്ല് പാറ. ഇപ്പൊ ചെങ്കുത്തായ എന്താ പറയാ മുട്ടക്കുന്ന് പോലെയായി അല്ലേ. നമ്മൾ മേലെത്തി ഏകദേശം എത്തി. ഇനി ഇറക്കമാണോ? ഇനി ഇറക്കമാണെന്ന് തോന്നുന്നു അല്ലേ. ഫോളോ ട്രാഫിക് റൂൾസ്, സേവ് യുവർ ലൈഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡ്രസ്സുണ്ട്. ഇവിടെ എടുത്തോ. അതെന്തോ ആ ചുമപ്പ് കാണുന്നു. വീടെന്തോ പോലെ അങ്ങോട്ട് കണ്ടോ. പക്ഷെ നല്ല രസമുണ്ട്. അതിന്റെ മണ്ടയിൽ
അവരോട് ഒന്നും എന്താ ചെയ്യാ? അവരവിടെ ഫോട്ടോ എടുക്കുക. നല്ല സ്ഥലമായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന വഴികളിൽ നമ്മൾ എന്താണോ കണ്ടത് അത് അതുപോലെ പകർത്തിയിട്ട് നിങ്ങൾക്ക് കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എനിക്ക് എന്നെ കാണിക്കുന്നതിനേക്കാൾ ഇഷ്ടം ഞാൻ പോയ വഴികൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. എനിക്ക് മനോഹരമാണെന്ന് തോന്നിയ കാഴ്ചകൾ അത് നിങ്ങൾക്കും കൂടി ഇഷ്ടപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിവിടെ ഇടുന്നത്. പ്രകൃതിയെ സ്നേഹിക്കുന്ന യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നമുക്ക് ചുറ്റും. പക്ഷേ അവർക്കെല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുപോലുള്ളവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത വിഷ്വൽസ് ഇവിടെ ഷെയർ ചെയ്യാണ് കേട്ടോ. ഇത് ശരിക്കും ഫോട്ടോ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇത് തന്നെ അല്ലേ? ഫ്രെയിം ചെയ്ത് നമുക്ക് ചില്ലിട്ട് വെക്കാം. ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറയും. പക്ഷെ ഇവര് നിർത്താൻ സമ്മതിക്കൂലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, ഇവിടെ നിർത്താൻ പറ്റുമോ തന്നെ? ഇടക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തി പുറത്തിറങ്ങിയതാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവിടെ. നല്ല സീനറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി വിഷ്വൽ എടുത്തതാണേ. എന്നെ പഠിപ്പിച്ചാൽ ഞാൻ പറ്റി ഡ്യൂട്ടി വർക്കല്ലേ. അയ്യോ, എന്ത് ഭംഗി. എൻ്റെ കയ്യിൽ ക്യാമറയൊക്കെ ഇത് മറ്റേ വീടുകളായിട്ട് ഫോട്ടോ ഞാൻ ഇരുന്നത്. നോക്കി മുന്നിട്ട് ഇങ്ങനെ ചെങ്കുത്തായ മലനിര. അതൊരു പ്രത്യേക രസമാണ്. നല്ല രസമുണ്ടല്ലേ? ക്യാരറ്റ് നട്ടിച്ച് പറിച്ചത് കണ്ടോ? വിളവെടുത്ത് കഴിഞ്ഞു. അവരുടെ വീടിന്റെ പുറകാത്. ഇത് കടുകോ പെരുംജീരകോ കണ്ടല്ലേ ആ വെള്ള പൂക്കളത് അല്ലേ? ആണ്. അവരുടെ വീട്ടിൽ മൊത്തം കൃഷിയാണ്. ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. ഇത് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ലല്ലോ വീടായതുകൊണ്ട്. കോവില് എല്ലാ ജോക്കി കൃഷിയിടങ്ങളാണ്. കുറേ പറിച്ചു പോയെന്ന് തോന്നുന്നു. എന്തൊക്കെയോ നട്ട് ക്യാരറ്റ് എന്തൊക്കെയോ പറിച്ചു പോയ സ്ഥലം. ഇച്ചിരി സ്ഥലമാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഈ മുന്നിൽ ഇല ഇട്ടിട്ട് തിന്നരുത് എന്ന് പറഞ്ഞതുപോലെയാണ് ആ ചങ്ങായി വന്നുകൊണ്ട് ക്യാമറ എടുക്കരുത് എന്ന് പറഞ്ഞത്. മൊത്തം എടുക്കാനുള്ള വ്യൂ മാത്രം. എന്നിട്ട് അവൻ വന്ന് പറയോ എടുക്കരുത് ക്യാമറ എടുക്കാൻ. അതാ പറഞ്ഞത്. നല്ല രസമാണ് ഇവരുടെ ഇത് കാണാൻ. കൃഷിയല്ലേ? ആ മലയിൽ ഓരോ കുന്നത്ത് ഓരോ വീടുകളൊക്കെ. മല എന്ന് പറഞ്ഞാൽ അതൊക്കെ റോഡ് സൈഡാ അല്ലേ? സംഭവം സൂപ്പറാണ് കേട്ടോ ഈ ഏരിയ. ഇവിടെ വ്യൂ പോയിന്റിനേക്കാളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വ്യൂ പോയിന്റിനേക്കാളൊക്കെ എത്രയോ ഉണ്ട്. അപ്പം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളാ കയറിപ്പോയി കിട്ടുന്ന ഒരൊറ്റ വ്യൂ അല്ലേ? ഇതെന്തുവാ? ഭയങ്കര രസമുള്ള വ്യൂ. എന്റെ മുന്നേ കാണുന്നൊക്കെ വീട് ടിക്കറ്റ് ഉണ്ട്. അതെന്താ? ആ ഇതിന്റെ വ്യൂ എടുക്കാനുള്ളത് അല്ലേ? നമുക്ക് എന്തിനാ ടിക്കറ്റ്? നമ്മളിത് എടുക്കുന്നു. അവിടെ മറ്റേ ഇതുണ്ടാവില്ലേ ഇങ്ങനെ കയറി എടുക്കുന്ന വ്യൂ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഉണ്ടാവില്ലേ? ആ ചെറിയൊരു കൂട് പോലെ ഉണ്ടാക്കത്തില്ലേക്കാണ്. ഫോട്ടോ എടുക്കാനൊക്കെ സൂപ്പറായിരിക്കും. കയറാം നമുക്ക്. അയ്യോ, എന്തുവാ ഇത്?
കൃഷികള് അതാ പറഞ്ഞത്, എനിക്ക് കണ്ടിട്ട് അസൂയ വരുവാണ്. ഏതാ മുട്ടക്കോസും ക്യാബേജും ഇതും ഉണ്ടാവും, കോളിഫ്ലവർ ഉണ്ടാവും. അതെ, ഇതുപോലെ അങ്ങ് വിളമ്പി വെച്ചേക്കോ മുന്നില്, എന്നിട്ട് പറയാം ക്യാമറ എടുക്കരുത്. അത് ഞാൻ കളഞ്ഞതേ. ഫോറസ്റ്റ് ആണോ? നോക്കിപ്പോ എവിടെയാ അടുത്ത ഇതെവിടെയാ നോക്കും. ആ കറിയുടെ ആണോ? അല്ല ഇതിനിടയ്ക്ക് ഒരു മുട്ടക്കുന്ന് മുട്ടക്കുന്ന് കഴിഞ്ഞു, നമ്മൾ ആ വഴി അതിന്റെ അപ്പുറത്ത് ചാടി നമ്മള് ആ വഴിക്ക് പോകുമ്പോഴല്ലേ അത്. തിരിച്ചു പോകുമ്പോ കറിയാം.